ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് ചോദിക്കും, അതിൻ്റെ ആൻസർ അവൾ പറയും. ഓക്കെ, ഇക്ക എന്ത് ക്വസ്റ്റ്യൻസ് ആണെന്ന് എനിക്ക് അതിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് പറഞ്ഞു. ചോദിക്കാൻ ആഗ്രഹമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അത് ചോദിക്കും. അപ്പം ഞാൻ അത് ആൻസർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഞാൻ നിൻ്റെ ലൈഫ് വന്ന ലക്കി ആയിട്ടാണോ അൺലക്കി ആയിട്ടാണോ നീ കാണുന്നത്? എനിക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ലക്കി തന്നെ. എന്തുകൊണ്ടെന്നൂടെ പറയണം. റീസണും വേണോ? റീസൺ വേണം. റീസൺ എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഭയങ്കര സപ്പോർട്ടീവാണ്, എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടാണ്. അപ്പം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു മൊമെന്റ് പറഞ്ഞാൽ നീ സപ്പോർട്ട് ചെയ്ത നല്ലൊരു നിമിഷം ആ മൊമെന്റ് അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ എടുത്തൊരു കാര്യമായിട്ട് പറയുന്നില്ല. എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന കാര്യം എന്ന് പറയാനായിട്ടൊന്നുമില്ല. ലൈഫിലെ എല്ലാ കാര്യത്തിലും, നല്ല കാര്യത്തിലും വീക്കായിട്ടുള്ള കാര്യത്തിലും എല്ലാം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനായിട്ട് പറയാനായിട്ട് എനിക്കില്ല. പിന്നെ ഞാൻ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അടുത്തത്, നമ്മൾ എന്നോട് ഒരുമിച്ച് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു പ്ലാൻ എന്തായിരിക്കും? രണ്ടുപേരോട് ചേർന്ന് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം? അത് വീട് തന്നെ. വീടാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രീം. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അച്ചീവ് ചെയ്യാൻ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വീട് തന്നെയാണ്. നമ്മുടെ കറണ്ട് ഡ്രീം എന്ന് പറയുന്നത് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു നമ്മുടെ സ്വപ്നത്തിലെ ഒരു വീട്. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം. പിന്നെ നോക്കട്ടെ, മിനിറ്റേ, എവിടെ എഴുതി വെച്ചത് കാണുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള മൊമെന്റ് ഈ ഒരു 3 വർഷത്തിനിടയ്ക്ക്. 3 വർഷം ഇല്ലല്ലോ, ഇപ്പൊ 4 ആയില്ലേ? 4 ആവുന്നല്ലേ ഉള്ളൂ. 3 വർഷം ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്. അങ്ങനെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറയാൻ എന്താണ്? ഇങ്ങോട്ട് വന്നേണോ, അതെ എന്തെങ്കിലും ഗിഫ്റ്റ് തന്നേണോ, അങ്ങനെയൊക്കെ? ഗിഫ്റ്റിനെക്കാട്ടി ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഇതാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള. ഗിഫ്റ്റിനെ കാട്ടിയിട്ട് എന്നുവെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നു. സന്തോഷത്തിലും സങ്കടത്തിലും നമ്മൾ ഒന്നിച്ച്, അത് തന്നെയാണ് എന്താണ് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നത് ജീവിതത്തിൽ. ഓക്കെ, അത് എന്നിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി അത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ, എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി. കെയറിങ്ങും സപ്പോർട്ടും. അത് സപ്പോർട്ടാണ് നമുക്കൊരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു വൈഫിനെ അപേക്ഷിച്ച് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ് ജീവിതത്തിൽ എന്ത് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടുന്നതും എല്ലാം. അപ്പം എനിക്ക് അത് തന്നെയാണ് നല്ലതായിട്ട് തോന്നി. ഇനിയിപ്പോൾ നാട്ടിൽ പോയാൽ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം? എന്തുവാ? ഇനിയിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യാൻ മോളെ? ഫസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ട് നല്ല നാടൻ ഭക്ഷണം കഴിക്കണം. അതാണ് എൻ്റെ ഏറ്റവും ഇപ്പോഴത്തെ ഡ്രീം. വീട്ടിൽ നിന്ന് ഉമ്മയുടെ കയ്യിൽ നിന്നുള്ള ഫുഡ് കഴിക്കണം, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? നാടൻ ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെ ഫുഡ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഉമ്മമാർ തയ്യാറാക്കുന്നത്, നമ്മൾ തയ്യാറാക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ നാടൻ ഫുഡ്. നമുക്ക് ഇവിടെ മേടിക്കുന്നത്, ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നാട്ടിലെ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. നമുക്ക് എല്ലാത്തിനും ഭയങ്കര എക്സ്പെൻസൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ ഓരോന്നൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയാണ്. അപ്പം നമുക്ക് വീട്ടിൽ നമ്മുടെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഒരുപാട് മിസ് ചെയ്യുക. അതാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നാട്ടിൽ പോകുമ്പം കഴിക്കാനായിട്ട് ആഗ്രഹം, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഫസ്റ്റ് തിങ്. അടുത്തത് സത്യമുള്ളതാണ് കേട്ടോ. നമ്മൾ തമ്മിൽ ഫൈറ്റ് വരാൻ കൂടുതൽ റീസൺ എന്തിനാണ്? അടി ഉണ്ടാക്കുന്നത് എന്ത് കാര്യത്തിലാണ്? അത് ഇക്കാടെ എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഒരുപാട് ചിലവാക്കും. എന്നെ പോലെയല്ല, ഭയങ്കര ചിലവാണെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഒന്ന് ചിലവാക്കേണ്ടടുത്ത് ഒരുപാട് ചിലവാക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതാണ് നമ്മൾ തമ്മിൽ അടി ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ചിലവാക്കും. അപ്പം ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കാവും. അതാണ് നമ്മളിലുള്ള ഏറ്റവും കൂടുതൽ അടി ഉണ്ടാകുന്ന കാര്യം. അധിക ചിലവുണ്ട്. ആണ്.
അത് എനിക്ക് തോന്നിയിട്ടില്ല. നോക്കട്ടെ, കുറയ്ക്കാം. പിന്നെ ഞാൻ എന്താണ് എൻ്റെ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ മാറ്റണമെന്ന് നീ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ ഇത് ചെയ്തുകൂടാ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇനി അത് ചെയ്യരുതെന്നോ? അങ്ങനെ ഒരു കാര്യം എനിക്കില്ല. പക്ഷെ നിങ്ങളിൽ മാറ്റണം എന്ന് തോന്നിയത് എനിക്കൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര സംസാരം കുറവാണ്. ഞാൻ ഒരുപാട് സംസാരിക്കണം, എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇക്കാന്ന് വെച്ചാൽ ഭയങ്കര സംസാരം കുറവുള്ള ആളാണ്. അപ്പം കോൺവെർസേഷൻ കുറവാണ്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നുന്ന ഒരു കാര്യം. അപ്പം അതെനിക്ക് ഇക്കായിൽ മാറ്റണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതേ ഉള്ളൂ. ലൈഫിൽ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ലെസൺ എന്താണ്? പാഠം. കല്യാണത്തിന് മുമ്പാ? അത് കല്യാണത്തിന് മുമ്പല്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയതിന് ശേഷം. അങ്ങനെ ചോദിച്ചാൽ പാഠമെന്ന് പറയാൻ എന്തൊരു പഠിച്ചു 3 കൊല്ലം കൊണ്ട്? നമ്മൾ രണ്ടുപേരും മാത്രമുള്ളതാണോ അതോ മൊത്തത്തിൽ? അല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പും കല്യാണം കഴിച്ചതിന് ശേഷമായിട്ട് നോക്കി നോക്കുമ്പോൾ നീ അതിൽ എന്തെങ്കിലുമൊക്കെ നീ പഠിച്ചു ഞാൻ പഠിച്ചതെന്ന് എനിക്ക് തോന്നിയത് എന്താണ്, ലൈഫിൽ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് എന്ന് തോന്നിയിട്ടുണ്ട്. അത് ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത് എന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ ഒരു വാല്യൂ വേണം ജീവിതത്തിൽ. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതോറും നമ്മളെ അത് എന്താണ്, നമ്മൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. നിൻ്റെ ലൈഫ് പാർട്ട്ണർ എങ്ങനെയുള്ള ആളായിരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം? ബിഫോർ മാരേജ് എനിക്ക് ലൈഫ് പാർട്ട്ണർ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മെയിൻ എക്സ്പെക്റ്റേഷൻ ഇത് തന്നെയായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്ന, കൂടെ നിൽക്കുന്ന ഒരാൾ. അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് അദ്ദേഹത്തെ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം പിന്നെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഹൈറ്റുള്ള ആൾക്കാരെ എനിക്ക് ആമ്പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല കിട്ടുന്ന ആൾക്ക് നല്ല ഹൈറ്റ് വേണം, പിന്നെ താടി വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഒരുപാട്, സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉള്ള ഒരാളായിരുന്നു. അത് ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കും, ചിലതൊന്നും നടക്കത്തില്ല. അപ്പം ഇതുണ്ടായിരുന്നു, നല്ല ഹൈറ്റ് വേണമെന്നും ഉണ്ടായിരുന്നു, പിന്നെ താടി എന്തായാലും വേണമെന്നുണ്ടായിരുന്നു, പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണമെന്നും ഉണ്ടായിരുന്നു. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓക്കെയാണ് ഉദ്ദേശിച്ചത്. ലൈഫിൽ ഇൻസ്പിറേഷൻ ആയ ഒരാളല്ലേ, റോൾ മോഡൽ അങ്ങനെ ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയാൻ അങ്ങനെയൊന്നും ആരുമായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എന്താണ്, എല്ലാ ആൾക്കാരുടെയും നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ക്യാച്ച് ചെയ്ത് അതുപോലെ റോൾ മോഡൽ അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്, അനുകരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ കാരണം നല്ല കാര്യങ്ങൾ, ഒരാളുടെ നല്ലത് മാത്രം, അല്ലാതെ ഒരാൾ മൊത്തത്തിൽ റോൾ മോഡലാണെന്ന് എനിക്ക് അങ്ങനെ ആരും തോന്നിയിട്ടില്ല. പിന്നെ ഒരാളുടെ നല്ല പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഞാൻ അത് പിക്ക് ചെയ്യാറുണ്ട്, എൻ്റെ ലൈഫിൽ ഞാനത് ചെയ്യാറുണ്ട്. അങ്ങനെ. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് എന്തുകൊണ്ട് വണ്ടി ഓടിക്കുന്നില്ല? പോയിന്റ് ചോദിക്കേണ്ട ക്വസ്റ്റ്യനാണ്. വണ്ടി വാങ്ങിച്ച് വീട്ടിൽ ഇട്ടിട്ട് ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞ് ലൈസൻസ് എടുപ്പിച്ചിട്ട് വണ്ടി ഓടിക്കുന്നില്ല. മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, അറിയുന്ന ഒരാളാണ് ഞാൻ എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ആ സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ വളരെ പാനിക് ആവാറുണ്ട്. പാനിക് ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ള കാര്യങ്ങളെല്ലാം മറക്കും. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വരുവാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള നമ്മളെല്ലാ കാര്യങ്ങളും മറന്ന് ഭയങ്കര ഇതായി പാനിക് ആവും. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം അതാ പറഞ്ഞത്, എനിക്ക് ശരിക്കും ഒരാൾ ഇല്ലാതെ പറ്റത്തില്ല. ഭയങ്കര ഞാൻ ഇതായി പാനിക് ആയി. പക്ഷെ എനിക്കത് മാറ്റി എടുക്കണമെന്നുണ്ട് ലൈഫിൽ. ഞാൻ എന്തായാലും അത് മാറ്റി എടുത്തിരിക്കും. നമ്മൾ പഠിക്കണം, നമ്മൾ പഠിച്ചെടുക്കണം എന്നുണ്ട്. നമുക്കൊരാവശ്യം വരുമ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്നുണ്ട്. അപ്പം അതെന്തായാലും ഒരുപാട് ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നോക്കുന്നുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്തെന്ന് അറിയത്തില്ല, ഭയങ്കര പേടിയാണ്. ഞാൻ ഓവർ തിങ്ക് ചെയ്യും പല പല കാര്യങ്ങൾ. അതാണ് കാര്യം. അതൊക്കെ ശരിയാക്കണം. അപ്പോൾ അടുത്തത്, ഇനി ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്തൊരാവണം എന്നാണ്, ഇതിൽ എവിടെ എത്തിച്ചേരണം എന്നാണ് എൻ്റെ ആഗ്രഹം? എന്തൊരാവണം എന്നാണ് ആഗ്രഹം? 5 വർഷം കഴിയുമ്പോഴോ?
ഇപ്പം 2026. നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു വീട്, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണം. നിങ്ങൾ ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. എന്തെങ്കിലും ഒരു ഏണിങ്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. അതിപ്പോൾ പഠിച്ച ജോലി ആയാലും അല്ലാതെ ആയാലും അങ്ങനെ ഉണ്ടാക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ കഷ്ടപ്പാടിൽ, സ്വന്തം കഷ്ടപ്പാടിൽ വീട്, അതും അങ്ങനെ ഒരാഗ്രഹം. പിന്നെ മക്കൾ, അങ്ങനെ ഒരാഗ്രഹമാണ് എൻ്റെ മൈൻഡിൽ ഇപ്പം ഉള്ളത്, കറൻ്റ്ലി ഉള്ളത്. അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൽ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ക്രീനിൽ ഫേസ് ടു ഫേസ് ഇരുന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടാകും. എനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.